ക്രൈസ്തവ സഭകൾ ബി.ജെ.പിയെ പിന്തുണയ്ക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ തുടങ്ങാല്ലേ? തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൽ സത്യത്തിൽ ഇത് കേവലം വഖഫിന് അപ്പുറത്തേക്കുള്ള ചില വിഷയങ്ങൾ, ഇത് ഒരു പൊതു മണ്ഡലത്തിൽ പറയുന്നതിന് തന്നെ നമുക്ക് ചില പരിമിതികളുണ്ട്. എങ്കിൽ പോലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതിൻ്റെ ഉത്തരം വളരെ ക്രൂരമാണ്. 2019 മുതൽക്ക് ക്രൈസ്തവ സഭകൾ UDF-ൽ നിന്നും കോൺഗ്രസിൽ നിന്നും വളരെ ഘട്ടം ഘട്ടമായിട്ട് അകലുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം, അതിനുശേഷം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് നോക്കുക. തൃശ്ശൂർ, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി മുതലായ ജില്ലകളിൽ ക്രൈസ്തവ വോട്ടർമാർക്ക് കൂടുതൽ പ്രാമുഖ്യമുള്ള പ്രദേശങ്ങളിൽ UDF-ലുണ്ടായ തിരിച്ചടി, നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി അത് വളരെ പ്രകടമാണ്. ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ വോട്ടുകൾ തിരിച്ചു വന്നു എന്നുള്ള ശരിയാണ്. എങ്കിൽ പോലും UDF-ൽ നിന്ന്, കോൺഗ്രസിൽ നിന്ന്, കേരള കോൺഗ്രസിൽ നിന്ന് ഈ ക്രിസ്ത്യൻ വോട്ടർമാർ, എല്ലാവരും അല്ല, അതിലൊരു ഭാഗം, ഒരു ചെറിയ ഭാഗം മാറിയാൽ പോലും റിസൾട്ടിൽ വലിയ വ്യത്യാസം വരും. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ അങ്ങനെ അവർ ഗ്രാജുവലായിട്ട് ഡിസ്റ്റൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് മറ്റ് പല കാരണങ്ങളുമുണ്ട്. നേരത്തെ ഹാഗിയ സോഫിയ മുതലായ വിഷയങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ അന്തർദേശീയ വിഷയങ്ങളാണ്. അതുപോലെ 80-20 അനുവാദം ഉണ്ടായിരുന്നു. സവർണ സംവരണത്തെ മുസ്ലിം ലീഗ് എതിർത്ത് അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പല വിഷയങ്ങളുണ്ടായിരുന്നു. അതൊക്കെ വിശ്വാസികളുടെ ഇടയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ പുറകിൽ വൈദികന്മാരുടെ പരോക്ഷവും പ്രത്യക്ഷവുമായിട്ടുള്ള പ്രേരണ ഉണ്ടായിരുന്നു. ക്രൈസ്തവരെ അത്ര പെട്ടെന്നൊന്നും വർഗീയമായ രീതിയിൽ ധ്രുവീകരിക്കാൻ സാധ്യമല്ല, എളുപ്പമല്ല. കുറേ കൂടി വിദ്യാഭ്യാസമുള്ളവരും ചിന്താശക്തിയുള്ളവരും ആയതുകൊണ്ട് ഹിന്ദുക്കളെക്കാളും മുസ്ലിങ്ങളെക്കാളും വളരെ മന്ദഗതിയിൽ മാത്രമേ ഇവരുടെ ഇടയിൽ മാറ്റം വരുത്താൻ പറ്റൂ. പക്ഷെ ഒരു മാറ്റം വളരെ കുറേശ്ശെ ഉണ്ടായിരുന്നു. ക്ഷമയുടെയും സഹനത്തിന്റെയും മാർഗം അവസാന നിമിഷം വരെ കൈവടിയാതിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമ്മളതൊരു ഭാഗികമായിട്ട് കണ്ടു. ഇപ്പോൾ പത്തനംതിട്ട മണ്ഡലത്തിലെ വോട്ടിൻ്റെ കണക്ക്, കോട്ടയത്തെ വോട്ടിൻ്റെ കണക്ക്, തൃശ്ശൂരെ വോട്ടിൻ്റെ കണക്ക്, ഇതൊക്കെ നോക്കിയാൽ വളരെ വ്യക്തമാണ് ആ വോട്ടുകൾ എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ 2019, 2021 ഈ വോട്ടുകൾ ഗണ്യമായിട്ട് LDF-ലേക്കാണ് പോയത്. അതിന് കാരണമുണ്ട്. UDF എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് നയിക്കുന്ന ഒരു സംവിധാനമാണെന്ന്. പ്രത്യക്ഷത്തിൽ രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രിയെങ്കിൽ പോലും ഭരണത്തിൻ്റെ നിയന്ത്രണം കുഞ്ഞാലിക്കുട്ടിക്കായിരിക്കും എന്ന ഒരു ധാരണ മധ്യ ഭാഗത്ത് ഇവർ വളരെ കൃത്യമായിട്ട് പരത്തിയിരുന്നു. കൊള്ളരുതാത്തവർ തങ്ങളുടെ സ്വാർത്ഥത കൊണ്ടും ക്രൂരതകൾ കൊണ്ടും നീതിമാന്മാരുടെ പാതയെ എല്ലാ വശങ്ങളിൽ നിന്നും ആക്രമിക്കുന്നു. അപ്പോൾ ഞാനിതിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാനാണിത് ആദ്യമായിട്ടൊരു പൊതുമണ്ഡലത്തിൽ പറഞ്ഞത്. അന്ന് ഒരുപാട് പേരെ എന്നെ കുറ്റപ്പെടുത്തി കല്ലെറിഞ്ഞു. ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇപ്പോൾ അവർക്കൊക്കെ ബോധ്യമായി. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്കും മനസ്സിലായി, മുനീറിനും മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായി. ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായി. ഇപ്പോൾ വഖഫ് നിയമം എന്ന് പറഞ്ഞത് ഈ ഒട്ടകത്തിൻ്റെ നടുവൊടിച്ച അവസാനത്തെ വൈക്കോൽ തുരുമ്പാണ്. ഒട്ടകത്തെ തൊട്ട് കളിക്കരുത്. അതെന്താ? ഒട്ടകം ഞങ്ങളുടെ ദേശീയ പക്ഷിയാണ്. പക്ഷിയാ? കേട്ടിട്ടില്ലേ ഒട്ടക പക്ഷി? അതാണിപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് അവർക്ക് ഒരു റാലിയിങ് പോയിന്റായിട്ട് മാറി എന്നുള്ളതാണ് സത്യം. ആദ്യഘട്ടത്തിൽ ഈ വരാപ്പുഴ അതിരൂപത അല്ലെങ്കിൽ കോട്ടപ്പുറം രൂപതയിൽപ്പെട്ട ആളുകൾ മാത്രമുണ്ടായിരുന്നു, വൈദികർ മാത്രമുണ്ടായിരുന്നു. പക്ഷേ അടുത്ത ഘട്ടത്തിൽ കേരള കത്തോലിക്ക മെത്രാൻ സമിതി ശക്തമായിട്ട് ഇവരുടെ കൂടെ വരികയും അത് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള അവരുടെ അംബർല ഓർഗനൈസേഷനെ പോലും ഈ രംഗത്ത് കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അത് BJP-യുടെ വിജയമാണോ ഇനി മെത്രാന്മാരുടെ മാനസാന്തരമാണോ എന്നുള്ള വേറെ ചോദ്യമാണ്. നമ്മളെ സംബന്ധിച്ചുള്ള ആ ചോദ്യം അല്ലല്ലോ പ്രസക്തം. ആളുകളിൽ എന്ത് മാറ്റം ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇപ്പോൾ ഹൈബി ഇടനെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ ബെന്നി ബെഹനാനെ പോലെ, ഫ്രാൻസിസ് ജോർജിനെ പോലെ, D. കുര്യാക്കോസിനെ പോലെ അരമനകൾ കയറി ഇറങ്ങി വോട്ട് പിടിച്ച ആളുകളുണ്ടല്ലോ, അവർക്കാണ് ഉത്തരവാദിത്വം. PT തോമസ് ഉണ്ടെങ്കിൽ പുള്ളിക്ക് പ്രശ്നമില്ലായിരുന്നു. കാരണം പുള്ളി അങ്ങനെ കയറി ഇറങ്ങി നടക്കുന്ന ആളായിരുന്നില്ല. അതുകൊണ്ട് പുള്ളിക്ക് പ്രശ്നമില്ല. നേരെ മറിച്ച് മെത്രാൻ അരമനയിലും പള്ളിമേടയിലും കയറി ഇറങ്ങി വോട്ട് പിടിക്കുന്ന കുറേ ആളുകളുണ്ട്. അധികം പേര് കോൺഗ്രസ്സുകാരാണ്, ബാക്കി കേരള കോൺഗ്രസ്സുകാരാണ്. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. അവർക്ക് ബാധ്യതയുണ്ട്. മെത്രാന്മാരെ കാണുമ്പോൾ നിങ്ങൾ എന്തേ ചെയ്ത് എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായ ഉത്തരം പറയാനുള്ള ബാധ്യതയുണ്ട്. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിർഭാഗ്യകരമായിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ നേരത്തെ തന്നെയുള്ള ഈ ഭിന്നതയെ, ഈ ധ്രുവീകരണത്തെ കൂടുതൽ രൂക്ഷമാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഈ വഖഫ് നിയമ ഭേദഗതിയിൽ കൂടി ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ അമിത്ഷാ ഒരു ബില്ല് കൊണ്ടുവന്ന് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയാമല്ലോ അതെങ്ങനെ പാസ്സാക്കി എടുക്കുന്നത്. ഇവിടെ ചില ആളുകളെങ്കിലും ഇന്ന് കാലത്ത് വരെ വിചാരിച്ചത് ജനതാദൾ യുണൈറ്റഡും തെലുങ്ക് ദേശം പാർട്ടിയും പാർലമെൻറ്റിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കും, അങ്ങനെ ഈ ബില്ല് പരാജയപ്പെടും എന്നാണ്. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ. അവർ വളരെ ശക്തമായ രീതിയിൽ ബില്ലിനെ പിന്തുണച്ചു. അവർക്കറിയാം ഇതൊക്കെ പിന്തുണയൊക്കെ ഉറപ്പാക്കിയതിന് ശേഷമാണ് അദ്ദേഹം ബില്ലുമായിട്ട് വന്നിട്ടുള്ളത്.
JPC വിട്ട് തന്നെ അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ്. ഇതൊക്കെ പുള്ളിയുടെ പല ട്രിക്കുകളിൽ ഒരു ട്രിക്ക് മാത്രമാണ്. അവരുടെ ഉദ്ദേശം സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ളതാണ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ. അങ്ങനെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ പല പരിപാടികൾ ചെയ്തതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ ഇത് ചെയ്യുന്നു. അവർക്ക് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യമാണ്. ഇവിടുത്തെ ഒരു പരിമിതമായ ഒരു വൃത്തത്തിൽ ഈ കത്തോലിക്ക മെത്രാൻ സമിതിയെ വെറുപ്പിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പ്രശ്നമില്ല, കാരണം ഈ ക്രിസ്ത്യൻ വോട്ടിൽ വളരെ ചെറിയൊരു ഭാഗമേ CPM കിട്ടാറുള്ളൂ. ഇനിയും അതേ കിട്ടാൻ പോകുന്നു. ഇനിയിപ്പോൾ കൂടുതൽ വില കിട്ടിയാൽ അത് ലാഭം എന്ന് വിചാരിച്ചിട്ടാണ്. CPMകാർ ഇതിലൊക്കെ സന്തോഷിക്കുന്നവരാണ്. കാരണം ഭരണ തുടർച്ച ഉണ്ടാക്കാനായിട്ട് ഇങ്ങനൊരു ധ്രുവീകരണമാണ് നല്ലത് എന്ന് അവർക്കറിയാം. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം. ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ നിൽക്കണം. എങ്ങനെ ഇങ്ങനെ അതുകൊണ്ടാണ് CPM വളരെ സോഫ്റ്റ് പെഡൽ ചെയ്തത്. അവർ ശക്തമായിട്ട് ഈ വഖഫ് നിയമ ഭേദഗതി ചേർക്കും. കാരണം അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. നഷ്ടപ്പെടാനൊന്നുമില്ല എന്ന് തോന്നുമ്പോ, നേടാൻ ഒരുപാടുണ്ട് എന്ന് തോന്നുമ്പോ ധൈര്യം ഉണ്ടാവും. കിട്ടാൻ വല്ലതൊക്കെ ഉണ്ട് താൻ. ഇതാണ് അതിൻ്റെ അകത്തുള്ള വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു രാഷ്ട്രീയം. 100% ഞാൻ യോജിക്കുന്നു. നമ്മളൊരു ഒരു നിയമപരമായിട്ടുള്ള ഒരു റീഫോം വരുമ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ധമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുകയും എതിർക്കുകയും ചെയ്യുമ്പോൾ ശരിക്കും സമൂഹത്തിലെ വിടവുകൾ കൂടുതൽ ഗാഢമാകുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും സമൂഹത്തിനെ ഒരുമിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ ഇതിനകത്ത് നെല്ലും പതിരും തിരിച്ചറിഞ്ഞൊരു ചർച്ചയാണ് ഇതിനകത്ത് ഏറ്റവും ഹിതകരമായിട്ടുള്ളത്. ഇത് യാതൊരു ന്യായവുമില്ലാത്ത ഒരവകാശവാദമാണ് ഈ കാര്യത്തിൽ വഖഫ് ബോർഡ് മുന്നോട്ട് വച്ചിട്ടുള്ളതെന്നുള്ളതാണ്. ഈ പ്രശ്നം എത്ര മാസമായിട്ട് ഇവിടെ ചർച്ചകളിലാണ്. ഈ വഖഫ് ബോർഡിനെ കൊണ്ട് അവരുടെ നിലപാടിൽ നിന്ന് മാറ്റിക്കാൻ, പിന്നോട്ട് വലിപ്പിക്കാൻ UDFകാരായ വഖഫ് ബോർഡ് മെമ്പർമാർക്ക് സാധിച്ചു. LDFകാർക്ക് സാധിച്ചു. ഈ ചെയർമാൻ എന്ന് പറഞ്ഞ ആളാരാണ്? LDFകാരനാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് PSC ചെയർമാനായിരുന്നാണ്. ഇപ്പോൾ അദ്ദേഹം വഖഫ് ബോർഡ് ചെയർമാനായിരിക്കും. രണ്ടിലും അദ്ദേഹത്തെ ആ സ്ഥാനത്തേക്ക് നിയോഗിച്ചത് CPM ആണ്. അപ്പോൾ ഇപ്പോൾ ഇവർക്ക് വേണ്ടി മുതലക്കണ്ണീർ നോക്കുന്ന CPMകാർക്ക് വേണ്ടി പറയാറുണ്ടല്ലോ, സഖാവേ, നമ്മുടെ പാർട്ടിയുടെ നിലപാട് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കുടിയൊഴിപ്പിക്കരുത് എന്നാണ്. അതുകൊണ്ട് വഖഫ് ബോർഡ് മുന്നോട്ട് വച്ച ഈ അവകാശവാദം പിൻവലിക്കണം എന്ന നിലപാടെടുക്കാറുണ്ടല്ലോ. അത് എടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ആളുകളെ പറ്റിക്കാനുള്ള പലവിധ അഭ്യാസങ്ങളിൽ ചിലത് മാത്രമാണ്. ഇതൊന്നും എല്ലാ കാലവും ചിലവാകുകയില്ല. അപ്പോൾ കത്തോലിക്ക മതം നേർത്തു ഇങ്ങനൊരു നിലപാടെടുത്തില്ലെങ്കിൽ പിന്നെ വൈദികന്മാർക്കും മെത്രാന്മാർക്കും വഴിയിലും നടക്കാൻ പറ്റാത്ത അവസ്ഥ വരും. കാരണം ഇവർ ഈ പാവപ്പെട്ട ആളുകൾ പിന്നെ അങ്ങോട്ട് പോകും. സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങളിലേക്ക് സഭയ്ക്ക് എത്തേണ്ടതായിട്ട് വരും. എന്തുകൊണ്ട് ക്രൈസ്തവ സഭകൾ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ, കത്തോലിക്ക മെത്രാൻ സമിതി ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ്. ഞാൻ അതിൻ്റെ ഉത്തരവാണ് പറഞ്ഞത്. ഞാൻ പോകുന്നു. ബൈ.